എല്ലാവർക്കും PSC ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിൻ്റെ സാമൂഹ്യശാസ്ത്രമാണ് എടുക്കുന്നത്. വരയ്ക്കാം വായിക്കാം എന്ന 5ാമത്തെ ചാപ്റ്ററാണ് ഈ ഒരു ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഭൂപടങ്ങളെ പറ്റി അതുപോലെ ഇന്ത്യയുടെയും കേരളത്തിൻ്റെയൊക്കെ അടിസ്ഥാന വിവരങ്ങളും ഒക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ഭൂപടത്തിൽ നമുക്ക് എന്താണ് ആവശ്യമായിട്ട് വേണ്ട വസ്തുതകൾ, എന്തൊക്കെയാണ് നമ്മളൊരു ഭൂപടത്തിൽ കാണിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യമായിട്ട് ദിക്കുകളെ പറ്റിയാണ് പറയുന്നത്. നമുക്കറിയാം, നമുക്ക് മെയിനായിട്ട് 4 ദിക്കുകളുണ്ടല്ലേ. വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ്, അങ്ങനെ 4 ദിക്കുകളുണ്ട്. ഈ 4 ദിക്കിനും 4 ഉപദിക്കുകളുമുണ്ട്. അതായത് 2 ദിക്കുകളുടെ നടുഭാഗത്ത് വരുന്ന ഭാഗമാണ് ഉപദിക്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ വടക്ക് കിഴക്ക് എന്ന് പറഞ്ഞാൽ വടക്കിൻ്റെയും കിഴക്കിൻ്റെയും നടുഭാഗത്തായിട്ട് വരുന്ന, നമ്മൾ 45 ഡിഗ്രി വരയ്ക്കുകയാണെങ്കിൽ ഉള്ള ആ ഒരു ദിക്കാണ് വടക്ക് കിഴക്ക് എന്ന് നമ്മൾ പറയുന്നത്. അപ്പം 4 ഉപദിക്കുകൾ ഏതൊക്കെയാണ്? വടക്ക് കിഴക്ക്, തെക്ക് കിഴക്ക്, തെക്ക് പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറ്. അപ്പോൾ ഇതൊക്കെയാണ് 4 ഉപദിക്കുകൾ. നമുക്കറിയാമല്ലേ, നമ്മൾ ഒരു ക്രോസ് വരച്ചിട്ട് വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ് നോട്ട് ചെയ്യുന്നു. അതിൻ്റെ നടുഭാഗത്തുള്ളത് നമ്മൾ അതേപോലെ ഉപദിക്കുകളായിട്ട് പേരിട്ട് വിളിക്കുന്നു. സൂര്യൻ ഉദിക്കുന്ന ദിശ എവിടെയാണോ അതാണ് കിഴക്കായിട്ട് കണക്കാക്കപ്പെടുന്നത്. അതുപോലെ സൂര്യൻ അസ്തമിക്കുന്ന ദിശ ഏതാണോ അതാണ് പടിഞ്ഞാറ്. സൂര്യൻ പടിയുന്ന ദിക്കാണ് പടിഞ്ഞാറ്. ഞായർ പടിയുന്ന ദിക്കാണ് പടിഞ്ഞാറ്. അങ്ങനെയാണ് ആ പേര് വന്നിട്ടുള്ളത്. ഞായർ എന്നാൽ സൂര്യൻ എന്നാണ് അർത്ഥം. അപ്പം സൂര്യൻ അഭിമുഖമായി കിഴക്ക് ദിശയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ വലത് കൈ ഏത് ദിശയിലായിരിക്കും? തെക്ക് ദിശയിലായിരിക്കും. അപ്പോൾ നമ്മൾ കിഴക്കും പടിഞ്ഞാറ് സൂര്യനെ വെച്ച് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി നമ്മുടെ വലത്ത് കൈ തെക്ക് ഭാഗത്തായിരിക്കും. അങ്ങനെ നമ്മൾ തെക്ക് ദിശയിൽ നോട്ട് ചെയ്തു. ഇനി വടക്ക് ദിശ എങ്ങനെയാണ് നോട്ട് ചെയ്യാം? ഇടത് കൈ ഏത് ഭാഗത്താണെന്ന് നോക്കിയിട്ടാണ് വടക്ക് ദിശ നോട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ 4 ദിശകളും എങ്ങനെയാണ് ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ 4 ദിശകൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് നമുക്ക് മനസ്സിലായി. ഇനി നാവികരും അതുപോലെ പണ്ട് കപ്പലിലൊക്കെ യാത്ര ചെയ്തിരുന്ന ലോകസഞ്ചാരികളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു യന്ത്രമാണ് വടക്ക് നോക്കി യന്ത്രം. ഇന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ നാവിഗേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നു. നമ്മുടെ ഫോണിലൊക്കെ ഉണ്ട്. നമ്മുടെ കോമ്പസ് എന്ന പേരിൽ നമുക്ക് ഫോണിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ദിശ അറിയാത്ത ഒരു സ്ഥലത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഫോൺ വെച്ചുകൊണ്ട് വടക്ക് ദിശയിലേക്ക് നീട്ടി നിൽക്കുന്ന ആ ഒരു കോമ്പസ്, അതിൻ്റെ റെഡ് മാർക്കുള്ള ആ ഒരു സൂചി എങ്ങോട്ടാണോ നിൽക്കുന്നത് അതാണ് വടക്ക് ഭാഗം എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ദിശ അറിയുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് വടക്ക് നോക്കി യന്ത്രം, മാഗ്നറ്റിക് കോമ്പസ്. അപ്പോൾ ഇതിൻ്റെ തത്വം എന്താണ്? എന്തുകൊണ്ടാണ് നമുക്ക് വടക്ക് ദിശയൊക്കെ ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്? സ്വതന്ത്രമായി ചലിക്കുന്ന കാന്തസൂചി അവിടെ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അത് തെക്ക് വടക്ക് ദിശയിലാണ് നിലകൊള്ളുന്നത്. അങ്ങനെയുള്ള ഒരു തത്വമുള്ളത് കൊണ്ടാണ് നമുക്ക് വടക്ക് ദിശയെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ പറയാറുണ്ടല്ലേ, ഭൂമി ഒരു കാന്തമായിട്ട് പ്രവർത്തിക്കുന്നു, അത് തെക്ക് വടക്ക് ദിശയിൽ നിലനിൽക്കുന്നു. ഇപ്പോൾ നമുക്ക് മുന്നിൽ ഒരു ബാർ കാന്തം തൂക്കിയിട്ടാൽ അത് തെക്ക് വടക്ക് ദിശയിൽ നിലകൊള്ളും. ആ ഒരു തത്വമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. മാഗ്നറ്റിക് കോമ്പസിൽ ആ കാന്തസൂചിയുടെ തത്വമാണ് ഉപയോഗിക്കുന്നത്. വടക്ക് നോക്കിയ യന്ത്രത്തിലെ സൂചിയിൽ പ്രത്യേകമായി രേഖപ്പെടുത്തിയിരിക്കുന്ന അഗ്രം വടക്ക് ദിശയെ സൂചിപ്പിക്കുന്നു. സമുദ്രയാത്രയിൽ ദിശ അറിയുന്നതിന് നാവികർ വടക്കു നോക്കി യന്ത്രം ഉപയോഗിച്ചിരുന്നു. ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ ഉപരിതല സവിശേഷതകൾ പരന്ന പ്രതലത്തിൽ പകർത്തുന്നതാണ് ഭൂപടം. നമ്മൾ വടക്ക് നോക്കി യന്ത്രത്തിൻ്റെ കാര്യം, ദിശയുടെ കാര്യമൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ ഭൂപടത്തിലേക്ക് വരികയാണ്. ഭൂപടം എന്നാൽ എന്താണ്? ഭൂമി പരന്നതാണ്. അപ്പോൾ അതിനെ നമ്മളൊരു 2D ഷേപ്പിൽ 2 ഡയമെൻഷനാക്കി നമ്മൾ രൂപാന്തരപ്പെടുത്തുന്നു. ഒരു പേപ്പറിലേക്ക് നമ്മൾ വരച്ചെടുക്കുന്നു. അതാണ് മാപ്പുകൾ അഥവാ ഭൂപടങ്ങൾ. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ് ഭൂപടശാസ്ത്രം, കാർട്ടോഗ്രഫി. അതുപോലെ ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ആളെ പറയുന്ന പേരെന്താണ്? കാർട്ടോഗ്രാഫർ എന്നാണ്. കാർട്ടോഗ്രാഫർ എന്നാണ് ആ ഒരു വേർഡിൻ്റെ മീനിങ്. അപ്പോൾ 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് ഇംഗ്ലീഷിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഈ കാർട്ടോഗ്രാഫർ വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് ജോഗ്രഫിയിലും ചോദിക്കാം കാർട്ടോഗ്രഫി എന്താണ്, അതുപോലെ കാർട്ടോഗ്രാഫർ എന്താണ്. 1 വേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ആ ഒരു വേർഡ് വന്നത് എങ്ങനെയാണ് വന്നത്? ഒരു ഫ്രഞ്ച് വാക്കിൽ നിന്നാണ്. 2 ഫ്രഞ്ച് വാക്കുകളിൽ നിന്നാണ് ഈ കാർട്ടോഗ്രഫി എന്ന പദം രൂപം കൊണ്ടത്. ഏതൊക്കെയാണവ? കാർട്ടെ എന്നാൽ ഭൂപടം എന്നാണ് അർത്ഥം. അതുപോലെ ഗ്രാഫിക്സ് എന്നാൽ വരയ്ക്കുക എന്ന് മീനിങ്. അപ്പോൾ കാർട്ടയും ഗ്രാഫിക്സും ഈ 2 മീനിങ് ഉള്ള 2 ഫ്രഞ്ച് പദങ്ങളിൽ നിന്നാണ് കാർട്ടോഗ്രഫി എന്ന വേർഡ് വന്നത്. ഇന്ത്യയിൽ ഭൂപടങ്ങൾ നിർമ്മിക്കുകയും അതുപോലെ പരിശോധിക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്ന കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ.
അപ്പോൾ അങ്ങനെ ഒരു സ്ഥാപനത്തെ ഇന്ത്യ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു സർവേ ഓഫ് ഇന്ത്യക്ക് മാത്രമേ ഭൂപടങ്ങൾ നിർമ്മിക്കാനും പരിശോധിക്കാനും പ്രസിദ്ധീകരിക്കാനുമുള്ള അവകാശമുള്ളൂ. അതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഡെറാഡൂണിലാണ്. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലാണ് സർവേ ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ചുമർ ഭൂപടങ്ങളിലെ മുകൾ ഭാഗത്തെ സൂചിപ്പിക്കുന്ന ദിശ ഏതാണ്? വടക്ക് ദിശ. അപ്പം ചുമർ ഭൂപടങ്ങൾ നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മളൊരു മേലെ ഒരു ക്രോസ് മാർക്ക് കൊടുക്കും. എന്നിട്ട് വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ് എന്നിങ്ങനെ അടയാളപ്പെടുത്തും. അപ്പോൾ മുകൾ ഭാഗമാണ് വടക്ക് ദിശ, ചുവട് ഭാഗം അതായത് താഴെ ഭാഗമാണ് തെക്ക് ദിശ, വലതുഭാഗം പടിഞ്ഞാറും അതുപോലെ ഇടതുഭാഗം കിഴക്കുമാണ്. ഇനി നമ്മൾ ഒരു ഭൂപടം ഉണ്ടാക്കുമ്പോൾ അതിൽ ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു തലക്കെട്ട് വേണം, അതുപോലെ തോത് വേണം, ദിശ, സൂചിക, അംഗീകൃത ചിഹ്നങ്ങളും നിറങ്ങളും വേണം. പിന്നെ അക്ഷാംശീയ രേഖാംശീയ സ്ഥാനം. നമ്മൾ ഭൂമിയിൽ ഒരു സ്ഥലം പറയുകയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? ടോട്ടലി നമ്മൾ നിർണ്ണയിച്ചിട്ടുള്ള അക്ഷാംശ രേഖാംശ രേഖകളുടെ അളവുകൾ നോക്കിയിട്ടാണ് നമുക്കൊരു സ്ഥലത്തെ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് അക്ഷാംശ രേഖാംശ സ്ഥാനം നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ഭൂപടത്തിന് വേണ്ട ആവശ്യ ഘടകങ്ങളായിട്ടുള്ളത്. ഇനി തലക്കെട്ട് എന്താണെന്ന് നോക്കാം. തലക്കെട്ടിന് അവിടെ ഒരു ഡെഫിനിഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഭൂപടത്തിൽ ചിത്രീകരിച്ചിട്ടുള്ള പ്രദേശങ്ങൾ ഏതെന്നും ഭൂപടത്തിൻ്റെ ഉള്ളടക്കം എന്തെന്നും സൂചിപ്പിക്കുന്നതാണ് തലക്കെട്ട് അഥവാ ഹെഡിങ്. നമ്മൾ എന്തിനെക്കുറിച്ചാണ് വരയ്ക്കാൻ പോകുന്നത്, എന്താണ്, ഏത് പ്രദേശത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്, അതിൻ്റെ ഒരു ഉള്ളടക്കമായിട്ടൊരു തലക്കെട്ട് കൊടുക്കണം. ഇനി സൂചിക എന്താണ്? ഭൂപടത്തിലെ നിറങ്ങളും ചിഹ്നങ്ങളും എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് കാണിക്കുന്നതാണ് സൂചിക അഥവാ ഇൻഡെക്സ് കീ. ഇപ്പോൾ നമ്മൾ ധരാതലീയ ഭൂപടത്തിലെ പച്ച നിറം എന്താണ്? നൈസർഗിക സസ്യജാലങ്ങൾ, അതുപോലെ മഞ്ഞ നിറം കൃഷിയിടങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള നിറങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ആ ഒരു ബേസിക് ആയിട്ടുള്ള ഭൂപട നിർമ്മാണത്തിൽ പറഞ്ഞിരിക്കുന്ന പൊതുവായിട്ടുള്ള വിവരങ്ങളാണ്. അപ്പോൾ അതൊക്കെയാണ് സൂചികയിൽ വരുന്നത്. ഭൂമിയിലെ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം ഭൂപടത്തിൽ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന ആനുപാതിക അകലമാണ് തോത് അഥവാ സ്കെയിൽ. എന്താണ്? നമ്മൾ ഒരു വലിയ പ്രദേശത്തിൻ്റെ ഒരു വാർഡിൻ്റെ ഭൂപടം വരയ്ക്കുകയാണെന്ന് വെച്ചോ. നമ്മുടെ വീട് ഉൾപ്പെടുന്ന ഒരു പഞ്ചായത്തിലെ ഒരു വാർഡിൻ്റെ ഭൂപടം നമ്മൾ വരയ്ക്കുന്നു. അപ്പോൾ നമുക്ക് അതേപടി വരച്ചു വെക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു 100 കിലോമീറ്റർ സ്ക്വയർ ഉള്ള ഒരു ഏരിയ ആണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ അതിന് നമ്മൾ സെൻറ്റിമീറ്ററിലേക്കോ മീറ്ററിലേക്കോ ആക്കിയിട്ടാണ് നമ്മൾ വരയ്ക്കുക. അപ്പം 1 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 10 കിലോമീറ്റർ അങ്ങനെയൊക്കെ നമ്മൾ തോത് കൊടുത്തിട്ട് വേണം വരയ്ക്കാനായിട്ട്. നമ്മൾ ചെറിയൊരു പേപ്പറിലേക്കാണ് ആ ഒരു ഭൂപടം വരച്ച് വെക്കുന്നത്. അതുകൊണ്ട് തോത് അടിസ്ഥാനമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കേരളത്തിൻ്റെ ഭൂപടത്തിലെ ചിഹ്നങ്ങളും സൂചികകളും. അപ്പോൾ നമ്മുടെ പുറത്തിറക്കിയിട്ടുള്ള പൊതുവായിട്ടുള്ള സൂചികകളാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഒരു കേരള ഭൂപടം എടുത്ത് നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് പൊതുവായിട്ടുള്ള സൂചികകൾ? അപ്പോൾ ഡോട്ടഡ് ലൈൻസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം അത് സംസ്ഥാന അതിർത്തിയാണെന്ന് മനസ്സിലാക്കണം. അതുപോലെ ബ്ലാക്ക് കളറിലുള്ള നേരെയുള്ള വരയാണെങ്കിൽ അത് ജില്ലാ അതിർത്തിയും, അതുപോലെ നദിക്ക് ഒരു ശിഖര മാതൃക കൊടുത്തിട്ടുള്ള ഒരു നദിയുടെ ഫോട്ടോ പോലെയുള്ള ഒരു ചിഹ്നം കൊടുത്തിരിക്കുന്നത് നദിയായിരിക്കും. അതുപോലെ രണ്ട് സ്ട്രെയിറ്റ് ലൈൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ദേശീയ പാതകളാണെന്ന് മനസ്സിലാക്കാൻ പറ്റണം. റെയിൽ പാതകൾക്ക് അവിടെ ഒരു പാളത്തിൻ്റെ തന്നെ ഒരു ചിഹ്നമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ തലസ്ഥാനത്തിന് സ്റ്റാർ മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോ ജില്ലയുടെയും ആസ്ഥാനമൊക്കെ ജില്ലയുടെ ആസ്ഥാനമല്ല, കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരത്തിന് ഈ ഒരു സ്റ്റാർ മാർക്ക് ഉണ്ടാകും. അതുപോലെ ജില്ലാ ആസ്ഥാനം എങ്ങനെയാണ് നോട്ട് ചെയ്യുക? ഒരു ബ്ലാക്ക് ഡോട്ടായിട്ടാണ് നോട്ട് ചെയ്യുക. ഇപ്പോൾ ജില്ലാ ആസ്ഥാനത്തിന് ബ്ലാക്ക് ഡോട്ടാണ്. പിന്നെ തുറമുഖത്തിന് ഒരു കപ്പലിൻ്റെ ഫോട്ടോ ആണ്. അതുപോലെ വിമാനത്താവളത്തിനാണെങ്കിൽ ഒരു വിമാനത്തിൻ്റെ ഫോട്ടോ, എയ്റോപ്ലെയിൻ്റെ ഒരു വട്ടത്തിലുള്ള ഒരു എംബ്ലമാണ് അവിടെ കൊടുക്കുക. പിന്നെ സംസ്ഥാന പാതകൾക്ക് റെഡ് മാർക്കിലുള്ള ഒരു സ്ട്രെയിറ്റ് ലൈനാണ് സംസ്ഥാന പാതകളെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് പൊതുവായിട്ടുള്ള കേരളത്തിലെ ഭൂപടത്തിലെ ചിഹ്നങ്ങൾ. ഇനി നമുക്ക് കേരളത്തിൻ്റെ അടിസ്ഥാന വസ്തുതകൾ നോക്കാം. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള ജില്ലയാണ് തിരുവനന്തപുരം. അതുപോലെ വടക്കേ അറ്റത്തുള്ള ജില്ലയാണ് കാസർഗോഡ്. രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ജില്ലയാണ് വയനാട്. ഏതൊക്കെയാണവ? നമ്മുടെ സംസ്ഥാനങ്ങളായ തമിഴ്നാടും കർണാടകവും. അപ്പോൾ ഇവ രണ്ടുമായിട്ടും നമ്മുടെ വയനാട് അതിർത്തി പങ്കിടുന്നു. ഇനി കേരളത്തിലെ നദികളുടെ എണ്ണം എത്രയാണ്? 44 നദികളാണ് കേരളത്തിനുള്ളത്. അതിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ 3 എണ്ണം. ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ. അപ്പോൾ ആ ഒരു നീളത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ഒരു ഓർഡർ. അപ്പോൾ കബനിക്കാണ് ഏറ്റവും നീളം കൂടുതൽ, സെക്കൻഡ് ഭവാനിയാണ്, തേർഡ് പാമ്പാറാണ്.
അപ്പം ഏറ്റവും നീളം കുറഞ്ഞ കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ പാമ്പാർ എന്ന് പറയാൻ പറ്റണം. ഇനി ഭാരതപ്പുഴ ഒഴുകുന്ന ദിശ ഏതാണ്? കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട്. എല്ലാ നദികളും മലനാട്ടിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. പശ്ചിമഘട്ടത്തിലാണ് ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത്. മിക്ക നദികളും പശ്ചിമഘട്ടത്തിൽ ഉത്ഭവിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ് ഭാരതപ്പുഴ ഒഴുകുന്നത്. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെയുള്ള റെയിൽപാതകളുടെ ദിശ എങ്ങോട്ടാണ്? വടക്ക് നിന്ന് തെക്കോട്ട്. അപ്പോൾ കാസർഗോഡ് വടക്ക് ഭാഗത്താണ്. എങ്ങോട്ടാണ് പോകുന്നത്? തിരുവനന്തപുരത്തേക്ക്. അപ്പം വടക്ക് ടു തെക്ക്, അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. ഇനി കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള ഗ്രാമപഞ്ചായത്ത് ഏതാണ്? മഞ്ചേശ്വരമാണ്. ഇപ്പോൾ ഇതൊരു കൺഫ്യൂസിങ് ഫാക്റ്റുകളാണ് കുറച്ച് കൊടുത്തിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത്, താലൂക്ക്, അങ്ങനെയൊക്കെ ഏറ്റവും വടക്കേ അറ്റത്ത് തെക്കേ അറ്റത്ത് ഉള്ളത് അത് നമ്മൾ പഠിക്കേണ്ടതാണ്. ഇപ്പോൾ വടക്കേ അറ്റത്തുള്ള ഗ്രാമപഞ്ചായത്ത് മഞ്ചേശ്വരമാണ്. തെക്കേ അറ്റത്തുള്ള ഗ്രാമപഞ്ചായത്ത് പാറശാല. രണ്ടും കാസർഗോഡും തിരുവനന്തപുരവുമാണ്. ഇനി കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള വില്ലേജ് ഏതാണ്? തലപ്പാടിയാണ്. തെക്കേ അറ്റത്തുള്ള വില്ലേജ് കളയിക്കാവിള. അപ്പോൾ ഗ്രാമപഞ്ചായത്ത് അതേപോലെ ഓർത്ത് വെക്കുക. വില്ലേജിന് നമുക്കൊരു കോഡ് സെറ്റ് ചെയ്യാം. കളിപ്പാടി വില്ലേജ് എന്ന് ഓർത്ത് വെച്ചാൽ നമുക്ക് കളിപ്പാടി വില്ലേജ് എന്ന് ഓർത്താൽ ഇത് രണ്ടും പറയാൻ പറ്റും. തലപ്പാടിയാണ് മുകളിലുള്ളത്, താഴെയുള്ളത് കളയിക്കാവിളയാണ്. കാസർഗോഡുള്ളതെന്ന് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് മുകൾ ഭാഗത്താണല്ലോ. അപ്പോൾ തല എവിടെയാണ്? മുകൾ ഭാഗത്താണ്. അപ്പോൾ അതുകൊണ്ട് കാസർഗോഡ് വടക്കേ അറ്റത്തുള്ളത് ഏതാണ്? തലപ്പാടി വില്ലേജാണ്. ഇനി അടുത്തത് താലൂക്ക്. രണ്ട് സൈഡിലുള്ള താലൂക്ക്. വടക്കേ അറ്റത്തുള്ള താലൂക്ക് മഞ്ചേശ്വരവും തെക്കേ അറ്റത്തുള്ള താലൂക്ക് നെയ്യാറ്റിൻകരയും. ഇതിന് നമുക്കൊരു കോഡ് സെറ്റ് ചെയ്താൽ നെയ്യും മഞ്ചും കഴിച്ചാൽ ലുക്ക് കിട്ടും എന്ന് ഓർത്ത് വെക്കുക. ലുക്കിന് നമ്മൾ താലൂക്ക് നോട്ട് ചെയ്യുന്നു. പിന്നെ നെയ്യും മഞ്ചും, മഞ്ചേശ്വരവും ഉണ്ട്, പിന്നെ നെയ്യാറ്റിൻകരയുണ്ട്. മഞ്ചേശ്വരം എവിടെയാണ്? കാസർഗോഡാണ്. നെയ്യാറ്റിൻകര തിരുവനന്തപുരത്താണ്. ഇനി കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള നദി ഏതാണ്? മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് മഞ്ചേശ്വരം പുഴ. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കാസർഗോഡാണ്. ഇപ്പോൾ തെക്കേ അറ്റത്തുള്ള നദി ഏതാണ്? നെയ്യാർ. അപ്പോൾ നെയ്യാർ തിരുവനന്തപുരത്താണ്. അപ്പോൾ ഈ ഒരു കൺഫ്യൂസിങ് ഫാക്ട്സ് കഴിഞ്ഞു. ഇനി കേരളത്തിൻ്റെ അയൽ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? തമിഴ്നാടും കർണാടകയും. കേരളത്തിൻ്റെ വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് കർണാടക. തെക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്നതാണ് ഏത്? തമിഴ്നാട്. ഒരു ഇന്ത്യയുടെ ഭൂപടം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സംസ്ഥാനങ്ങൾ ഏത് ഭാഗത്താണെന്ന് നോക്കിയാൽ തന്നെ ഈ വടക്ക് കിഴക്ക് ഭാഗത്ത് കർണാടകയാണെന്നും തെക്ക് കിഴക്ക് ഭാഗത്ത് തമിഴ്നാടാണെന്നും നമുക്ക് വേഗത്തിൽ മനസ്സിലാക്കാൻ പറ്റും. കേരളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കടലാണ് അറബിക്കടൽ. അതുപോലെ കിഴക്ക് ഭാഗത്ത് കാണപ്പെടുന്ന മലനിരകളാണ് പശ്ചിമഘട്ടം. അപ്പോൾ കേരളത്തിലെ അതിർത്തികളൊക്കെ നമ്മൾ പറഞ്ഞു. കിഴക്ക് ഭാഗത്തെ മലനിരകൾ പശ്ചിമഘട്ടവും അതുപോലെ പടിഞ്ഞാറ് ഭാഗത്തെ കടൽ അറബിക്കടലുമാണ്. ഇനി അതുപോലെ ഇന്ത്യയുടെ അടിസ്ഥാന വസ്തുതകളാണ് ഇനി പറയുന്നത്. ഇന്ത്യയുടെ തലസ്ഥാനം ഏതാണ്? ഡൽഹിയാണ്. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ എണ്ണം 28, അതുപോലെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം 8 ആണ്. ഇന്ത്യയുടെ ഏറ്റവും വടക്ക് ഭാഗത്തുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക്. ഏറ്റവും തെക്ക് ഭാഗത്തുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ബംഗാൾ ഉൾക്കടലാണ് ഇവ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തുള്ള കടലാണ് ബംഗാൾ ഉൾക്കടൽ. അതുപോലെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കടലാണ് അറബിക്കടൽ. ഇനി തെക്ക് ഭാഗത്തുള്ള സമുദ്രമാണ് ഏത്? ഇന്ത്യൻ മഹാസമുദ്രം. ഇപ്പോൾ ഇന്ത്യയുടെ 3 ഭാഗത്തുള്ള കടലുകളെയും കുറിച്ച് പറഞ്ഞു. ഇനി അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ ഏത് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു? കിഴക്ക് ഭാഗത്ത്. മലനിരകളുടെ നാടാണ് അരുണാചൽ പ്രദേശ്. ഇന്ത്യയിൽ ആദ്യം സൂര്യൻ ഉദിക്കുന്നത് എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ്. അപ്പോൾ ചുവന്ന മലനിരകൾ ഉള്ളത് കൊണ്ട് അങ്ങനെയാണ് അരുണാചൽ പ്രദേശിന് ആ പേര് ലഭിച്ചത്. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, മാലിദ്വീപ്, ഭൂട്ടാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, മ്യാൻമർ, ചൈന, ശ്രീലങ്ക. അപ്പോൾ ഒരു ഭൂപടം എടുത്ത് വെച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്കിത് വേഗത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഇനി തെക്ക് ഭാഗത്തുള്ള അയൽ രാജ്യം ഏതാണ്? ശ്രീലങ്ക. അതുപോലെ വടക്ക് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് ചൈന, നേപ്പാൾ, ഭൂട്ടാൻ. ഇനി വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അതിർത്തി പങ്കിടുന്നത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമാണ്. ഇന്ത്യയുടെ വടക്ക് കിഴക്ക് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് ബംഗ്ലാദേശും മ്യാൻമാറും. അപ്പോൾ രാജ്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇനി ഉത്തർപ്രദേശിൻ്റെ കുറച്ച് ഫാക്റ്റുകൾ ഇനി പറയാൻ പോവാണ്. തലസ്ഥാനം ഏതാണ്? ലക്നൗ. അതുപോലെ രൂപീകൃതമായത് 1956 നവംബർ 1. നമ്മുടെ കേരളം വന്ന അതേ ഡേറ്റിനാണ് ഉത്തർപ്രദേശും വന്നത്. ജനസംഖ്യ ഏറ്റവും കൂടിയ ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ കരിമ്പും പഞ്ചസാരയും ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്ന് വിശേഷിപ്പിക്കുന്നത് ഉത്തർപ്രദേശിനെയാണ്. ഇന്ത്യയുടെ വടക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു, എന്നാൽ ഏറ്റവും വടക്ക് ഭാഗത്തല്ല.
ഏറ്റവും വടക്ക് ഭാഗത്തുള്ള സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശാണ്. ഉത്തർപ്രദേശുമായി അതിർത്തി പങ്കിടുന്ന അയൽരാജ്യമാണ് നേപ്പാൾ. ഉത്തർപ്രദേശുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം 8. അപ്പോൾ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കുവയ്ക്കുന്നത് ഉത്തർപ്രദേശാണ്. 8 സംസ്ഥാനങ്ങളുണ്ട്. ഹിമാചൽ പ്രദേശ്, ഹരിയാന, ഉത്തരാഖണ്ഡ്, ബീഹാർ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, മധ്യപ്രദേശ് ഇത്രയും സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കുവയ്ക്കുന്നു. ഉത്തർപ്രദേശുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് ഡൽഹി. ഉത്തർപ്രദേശിലെ പ്രധാന നൃത്തരൂപമാണ് കഥക്. ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ ഒരു കലാരൂപമാണ് കഥക്. അപ്പോൾ രണ്ടിൻ്റെയും മിക്സഡ് ആയിട്ടുള്ള ഒരു വേർഷനാണ് കഥക് എന്ന നൃത്തരൂപം. ഇന്ത്യയുടെ ദേശീയ ചിഹ്നം എടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ്? ഉത്തർപ്രദേശിലെ സാരാനാഥിലെ ഡീർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്നാണ്. ഇന്ത്യയുടെ ദേശീയ പതാകയിലെ വെള്ള നിറത്തിന് നടുവിലായി ആലേഖനം ചെയ്തിരിക്കുന്ന അശോക ചക്രം സ്വീകരിച്ചിരിക്കുന്നതും ഇതേ സ്ഥലത്ത് നിന്നാണ്. ഉത്തർപ്രദേശിലെ സാരാനാഥിലെ ഡീർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്നാണ്. അപ്പോൾ അശോക സ്തംഭം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിലെ പ്രധാന നഗരങ്ങൾ ഏതൊക്കെയാണ്? കാൺപൂർ, ലക്നൗ, വാരണാസി, ആഗ്ര, അലഹബാദ്. അടുത്തതായിട്ട് കോൺസ്റ്റാന്റിനോപ്പിൾ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? ലക്നൗ ആണ്. ഇത് വൺ വേർഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. കോൺസ്റ്റാന്റിനോപ്പിൾ ഓഫ് ഇന്ത്യ, ലക്നൗ. ഇന്ത്യയുടെ വിശുദ്ധ നഗരം എന്നറിയപ്പെടുന്നത് വാരണാസി. ഉത്തർപ്രദേശിലെ ഏറ്റവും വലിയ നഗരമാണ് കാൺപൂർ. ഉത്തർപ്രദേശിലെ നീതിന്യായ തലസ്ഥാനമാണ് അലഹബാദ്. അതുപോലെ അലഹബാദിൻ്റെ പുതിയ പേരാണ് പ്രയാഗ്രാജ്. അപ്പോൾ ഈ ഫാക്റ്റുകൾ ഓർത്തു വെക്കുക. വൺ വേർഡ് ആയിട്ട് ചോദിക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. വിശുദ്ധ നഗരം വാരണാസിയാണ്. കോൺസ്റ്റാന്റിനോപ്പിൾ ഓഫ് ഇന്ത്യ ലക്നൗ ആണ്. അതുപോലെ നീതിന്യായ തലസ്ഥാനമാണ് അലഹബാദ്. അലഹബാദിൻ്റെ പുതിയ പേരാണ് പ്രയാഗ്രാജ്. ഇനി ഭൂഖണ്ഡം. ഭൂഖണ്ഡം എന്നാൽ എന്താണ്? സമുദ്രങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന വിശാലമായ കരഭാഗങ്ങളാണ് ഭൂഖണ്ഡങ്ങൾ അഥവാ വൻകരകൾ. നമ്മുടെ ലോകത്തിൽ എത്ര വൻകരകളുണ്ട്? 7 വൻകരകളുണ്ട്. അതുപോലെ ഭൂഖണ്ഡങ്ങൾ വലിപ്പക്രമത്തിൽ അവിടെ പറയുന്നു. ഏഷ്യ ആണ് ഏറ്റവും വലിയ ഭൂഖണ്ഡം. ഏഷ്യ, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ 7 ഭൂഖണ്ഡങ്ങളെ നമ്മൾ വലിപ്പക്രമത്തിൽ പറഞ്ഞു. ഇനി ഇന്ത്യ ഉൾപ്പെടുന്ന ഭൂഖണ്ഡമാണ് ഇത് ഏഷ്യ. ലോകത്തിലെ ഏറ്റവും വലിയ ഭൂഖണ്ഡമാണ് ഏഷ്യ. ലോകത്തിലെ ഏറ്റവും ചെറിയ ഭൂഖണ്ഡമാണ് ഓസ്ട്രേലിയ. പൂർണ്ണമായും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂഖണ്ഡങ്ങളാണ് അന്റാർട്ടിക്കയും ഓസ്ട്രേലിയയും. അപ്പം ഈ ഒരു പോയിന്റ് കൂടി നോട്ട് ചെയ്ത് വെക്കാം. പൂർണ്ണമായും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂഖണ്ഡങ്ങളാണ് അന്റാർട്ടിക്കയും ഓസ്ട്രേലിയയും. അറ്റ്ലാന്റിക് സമുദ്രത്തിന് പടിഞ്ഞാറ് ഭാഗത്ത് കാണപ്പെടുന്ന ഭൂഖണ്ഡങ്ങളാണ് വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയും. അപ്പോൾ വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയുടെ സ്ഥാനമാണ് അവിടെ പറയുന്നത്. അറ്റ്ലാന്റിക് സമുദ്രത്തിന് പടിഞ്ഞാറ് ഭാഗത്താണ് കാണപ്പെടുന്നത്. ഇന്ത്യൻ സമുദ്രത്തിന് കിഴക്ക് ഭാഗത്ത് കാണപ്പെടുന്ന ഭൂഖണ്ഡമാണ് ഓസ്ട്രേലിയ. പൂർണ്ണമായും സമുദ്രത്തിനാൽ ചുറ്റപ്പെട്ടതാണെന്ന് പറഞ്ഞു. അതുപോലെ ഇന്ത്യൻ സമുദ്രത്തിന് കിഴക്ക് ഭാഗത്ത് കാണപ്പെടുന്നു. അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇന്ത്യൻ സമുദ്രത്തിനും ഇടയിൽ കാണപ്പെടുന്ന ഭൂഖണ്ഡമാണ് ആഫ്രിക്ക. അപ്പോൾ ആഫ്രിക്കയുടെ സ്ഥാനവും അവിടെ പറഞ്ഞു. അപ്പോൾ എല്ലാ ഭൂഖണ്ഡങ്ങളുടെയും സ്ഥാനം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ലോകത്തിൻ്റെ ഭൂപടം എടുത്ത് വയ്ക്കുക. എന്നിട്ട് നോക്കുക ഏത് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് വേഗം നമുക്ക് മനസ്സിലാവും. പിന്നെ ഓർമ്മയിൽ നിൽക്കുകയും ചെയ്യും. അടുത്തതായിട്ട് വാസ്കോഡഗാമയെക്കുറിച്ചുള്ള കുറച്ച് ഫാക്റ്റുകളാണ് പറയാൻ പോകുന്നത്. കടൽ മാർഗം ആദ്യമായി ഇന്ത്യയിലെത്തിയ യൂറോപ്യനാണ് വാസ്കോഡഗാമ. പോർച്ചുഗലിലെ ലിസ്ബണിൽ നിന്നും ഗാമയുടെയും സംഘത്തിൻ്റെയും യാത്രയ്ക്കായി പുറപ്പെട്ട പായ്ക്കപ്പലുകളുടെ എണ്ണം 4. അപ്പോൾ 4 പായ്ക്കപ്പലുകളുമായിട്ട് പോർച്ചുഗലിലെ ലിസ്ബണിൽ നിന്ന് വാസ്കോഡഗാമയും കൂട്ടരും പുറപ്പെട്ടു. വാസ്കോഡഗാമ സഞ്ചരിച്ച കപ്പലാണ് സെൻറ്റ് ഗബ്രിയേൽ. മറ്റ് കപ്പൽ വ്യൂഹങ്ങൾ ഏതൊക്കെയാണ്? സെൻറ്റ് റാഫേലും സെൻറ്റ് ബെറിയോയും. അപ്പോൾ ഈ 3 കപ്പലുകളാണ് ഉള്ളത്. 3 കപ്പലിൻ്റെ പേരാണ് നമ്മൾ പഠിക്കാനുള്ളത്. പുറപ്പെട്ടപ്പോൾ 4 കപ്പലുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ സെൻറ്റ് ഗബ്രിയേലിലാണ് വാസ്കോഡഗാമ സഞ്ചരിച്ചത്. ഇന്ത്യയിലേക്കുള്ള യാത്രയിലെ വാസ്കോഡഗാമയുടെ നാവിക സംഘ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 170. അപ്പോൾ 170 സംഘ അംഗങ്ങളോടെ ഇന്ത്യയിലേക്ക് വാസ്കോഡഗാമ വന്നു. കാറ്റിൻ്റെ സഹായത്തോടെ തെക്ക് കിഴക്ക് യാത്ര ചെയ്ത ഗാമയും കൂട്ടരും ആദ്യം എത്തിയത് ആഫ്രിക്കയുടെ തെക്കേ അറ്റത്താണ്. അപ്പോൾ ആഫ്രിക്കയുടെ തെക്കേ അറ്റത്താണ് എത്തിച്ചേർന്നത്. അപ്പോൾ കാറ്റിൻ്റെ സഹായം നമ്മൾ നേരത്തെ പറഞ്ഞു, പായ്വഞ്ചിയിലാണ് വന്നത്. കാറ്റിൻ്റെ സഹായത്തോടെയാണ് ഇവർ ലോകം ചുറ്റാൻ ഇറങ്ങിയത്. ആഫ്രിക്കയുടെ കിഴക്കേ തീരം വഴി വടക്കോട്ട് സഞ്ചരിച്ച ഗാമയുടെ നാവിക സംഘം എത്തിച്ചേർന്ന തുറമുഖമാണ് മലിന്തി തുറമുഖം. ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് കെനിയയിലാണ്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് ആദ്യം പോയിരുന്നു വാസ്കോഡഗാമയും കൂട്ടരും. അപ്പോൾ അതുകൊണ്ടാണ് മലിന്തി തുറമുഖത്തെക്കുറിച്ച് അവിടെ പറഞ്ഞത്.
വാസ്കോഡ ഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഗോവ. അപ്പോൾ ഗോവയിൽ നമ്മൾ സ്മരണാർത്ഥം പേരിട്ടതാണ് വാസ്കോഡ ഗാമ എന്ന നഗരം. ഇനി എപ്പോഴാണ് ഇന്ത്യയിലേക്ക് വാസ്കോഡ ഗാമ വന്നത്? ഈ ഒരു ഡേറ്റ് എപ്പോഴും ചോദിക്കാറുണ്ട്. വൺ വേർഡായിട്ട് ചോദിക്കുന്ന ഒരു ഡേറ്റ് ആണ്. 1498 മെയ് 20. അപ്പോൾ ആ ഒരു ഡേറ്റ് നോട്ട് ചെയ്ത് വെക്കാം. അന്ന് ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരത്തുള്ള കോഴിക്കോടിനടുത്തെ കാപ്പാട് എത്തിച്ചേരാൻ വാസ്കോഡ ഗാമയെ സഹായിച്ച കാറ്റ് ഏതാണ്? മൺസൂൺ കാറ്റ്. അപ്പോൾ മൺസൂൺ കാറ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് വാസ്കോഡ ഗാമ പായ്ക്കപ്പലിൽ സഞ്ചരിച്ച് ഇന്ത്യയിലേക്ക് എത്തിയത്. ഇനി ഗ്ലോബ്. ഗ്ലോബ് എന്നാൽ എന്താണ്? ഭൂമിയുടെ ഗോളാകൃതിയിലുള്ള മാതൃകയാണ് ഗ്ലോബ്. ഇപ്പോൾ നമ്മൾ നേരത്തെ ഭൂപടങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഗ്ലോബ് അതേപടി ഭൂമിയുടെ ഒരു ചെറിയ മാതൃക ഉണ്ടാക്കിയാൽ നമുക്ക് ഗ്ലോബാക്കി എടുക്കാം. ആദ്യമായി ഗ്ലോബ് നിർമ്മിച്ച ശാസ്ത്രജ്ഞനാണ് മാൽത്യൂസ്. ഗ്രീസിലെ ആളാണ് മാൽത്യൂസ്, ഗ്രീക്കുകാരനാണ്. ഗ്ലോബിനെ അല്ലെങ്കിൽ ഭൂമിയെ 2 അർദ്ധഗോളങ്ങളായി വിഭജിക്കുന്ന സാങ്കല്പിക രേഖയാണ് ഭൂമധ്യരേഖ അഥവാ ഇക്വേറ്റർ. ഏറ്റവും വലിയ അക്ഷാംശ രേഖയാണ് ഭൂമധ്യരേഖ. ഗ്ലോബിൽ വരയ്ക്കുന്ന കുറുകെയുള്ള രേഖകളാണ് അക്ഷാംശ രേഖകൾ അഥവാ ലാറ്റിറ്റ്യൂഡ്സ്. ഗ്ലോബിലും ഭൂപടത്തിലും കുറുകെ വരയ്ക്കുന്ന രേഖകളാണ് അക്ഷാംശ രേഖകൾ. ആകെ അക്ഷാംശ രേഖകളുടെ എണ്ണം എത്രയാണ്? 181. ഇത് ചോദിക്കാറുണ്ട്. 181 ചോദിക്കാറുണ്ട്. അതുപോലെ രേഖാംശ രേഖകളുടെ എണ്ണം 360 ഗ്ലോബിൽ നെടുകെ വരയ്ക്കുന്ന രേഖകളാണ് രേഖാംശ രേഖകൾ. അതിൻ്റെ എണ്ണം 360. ഇനി ഭൂമിയിൽ ഒരു സ്ഥലത്തിൻ്റെ കൃത്യമായ സ്ഥാനം നിർണ്ണയിക്കുന്ന രേഖകളാണ് അക്ഷാംശ രേഖാംശ രേഖകൾ. അപ്പോൾ നമുക്കൊരു പോയിന്റിനെ പറയണമെങ്കിൽ കൃത്യമായി നമ്മൾ നിൽക്കുന്ന ഇടം എവിടെയാണെന്ന് നമ്മൾ പറയണമെങ്കിൽ അപ്പോൾ അക്ഷാംശയ രേഖാംശ രേഖകളെ നമ്മൾ പറയണം. അപ്പോൾ ഇന്ത്യയുടെ അക്ഷാംശീയ രേഖാംശീയ രേഖകളുടെ ഡിഗ്രി അളവുകൾ നമ്മൾ പഠിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഒരു പ്രദേശത്തെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിച്ചു. വൺ വേർഡായിട്ടും അതുപോലെ കുറച്ച് നല്ല പോയിന്റുകളൊക്കെ ഈ ഒരു ചാപ്റ്ററിലുണ്ട്. പുതിയതായിട്ട് വന്ന കുറച്ച് പോയിന്റുകളുണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇനിയും വായിച്ച് പഠിക്കാം. അടുത്തൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക്